Welcome to our channel. ഇന്ന് ജൂൺ 30. ഇന്ന് ഏതൊക്കെ സിനിമകളാണ് ഈ ആഴ്ച OTT ഇറങ്ങാൻ പോകുന്നത് എന്ന് നോക്കാം. നമ്പർ 1, ആപ് കേസേ ഹോ. വിനയ് ജോസ് സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ എഴുതിയ ആപ് കേസേ ഹോ ഒരു ബാച്ചിലർ പാർട്ടി നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ജീവിതം താറുമാറാകുന്ന ക്രിസ്റ്റിയുടെ ജീവിതത്തെ പിന്തുടരുന്നു. ആ രാത്രിയിലെ ഹാസ്യപരവും വൈകാരികവുമായ പ്രത്യാഘാതങ്ങളിലേക്ക് ചിത്രം ആഴ്ന്നിറങ്ങുന്നു. നർമ്മവും ചിന്തയും ഇടകലർന്നിരിക്കുന്നു. ധ്യാൻ ശ്രീനിവാസൻ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ രമേഷ് പിഷാരടി, സുധീഷ്, തൻവീർ റാം, അജു വർഗീസ്, ശ്രീനിവാസൻ, മായ രവിശങ്കർ, ജീവ ജോസഫ് എന്നിവരും ഉൾപ്പെടുന്നു. ചിത്രം ഈ മാസം 27-ന് സൺ NXT OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തു. നമ്പർ 2, ആസാദി. ഒരു ആശുപത്രിയെ കേന്ദ്രീകരിച്ചാണ് ഈ പ്രതികാര നാടകം നടക്കുന്നത്. സങ്കീർണമായ കഥാപാത്രങ്ങളുടെ ഒരു ശൃംഖലയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ദുഃഖിതനായ പിതാവിനെ അവതരിപ്പിക്കുന്ന ലാൽ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനെ കൊന്നതിന് ജയിലിൽ അടയ്ക്കപ്പെട്ട് ഗർഭിണിയായ രവീണിയും അവരുടെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ശ്രീനാഥ് ഭാസിയും എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. മുതിർന്ന നടി വാണി വിശ്വനാഥ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയായി ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു. 2025 മെയ് 23-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതിനു ശേഷം ആസാദി തന്റെ തീവ്രമായ ആഖ്യാനത്തിനും ശക്തമായ പ്രകടനത്തിനും പ്രശംസ നേടി. മനോരമ മാക്സിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചു. ഇനി നമുക്ക് OTTയിൽ ഇറങ്ങുന്ന തെലുങ്ക് സിനിമകൾ നോക്കാം. നമ്പർ 1, വീരാട്ട പർവം PC മീന. എല്ലാ തെലുങ്ക് സിനിമകളിൽ നടക്കുന്നത് പോലെ തന്നെ ഈ സിനിമയിലും ഒരു ഗ്രാമം, അവിടെ ആരുടെയോ ശാപം കാരണം നവദമ്പതികൾ സംശയാസ്പദ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അതന്വേഷിക്കാൻ കോൺസ്റ്റബിൾ മീന എന്ന് പറയുന്ന ശക്തമായ വനിതാ കഥാപാത്രം മുൻപോട്ട് വരുന്നു. അതോടുകൂടി പല നിഗൂഢതകളും ചുരുളഴിയാൻ തുടങ്ങുന്നു. ചിത്രം C5 OTT പ്ലാറ്റ്ഫോം 2025 ജൂൺ 27-ന് OTT റിലീസ് ചെയ്തു. നമ്പർ 2, ഓക്ക പടകം പ്രകാരം സായി റാം ശങ്കറും സമുദ്രകനിയും അഭിനയിച്ച ക്രൈം സസ്പെൻസ് ത്രില്ലർ ചിത്രം ഓക്ക പടകം പ്രകാരം 2025 ഫെബ്രുവരി 7-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചു. ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ സൺ NXT സ്വന്തമാക്കി 2025 ജൂൺ 27 മുതൽ അവരുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യാൻ തുടങ്ങി. നമ്പർ 3, 23 23. സംവിധായകൻ രാജ് ആറിന്റെ ഏറ്റവും പുതിയ ക്രൈം ഡ്രാമ ത്രില്ലർ ചിത്രം 23 23 മെയ് 16-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചു. തിയേറ്റർ റിലീസിനു ശേഷം ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോ, ആഹ, ETV വിൻ എന്നിവർ സ്വന്തമാക്കി. 2025 ജൂൺ 27 മുതൽ 3 OTT പ്ലാറ്റ്ഫോമുകളിലും ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗിനായി ലഭ്യമാണ്. ഇനി നമുക്ക് OTTയിൽ ഇറങ്ങുന്ന തമിഴ് സിനിമകൾ നോക്കാം. നമ്പർ 1, വിധി. ടെക്സസിലെ ഒരു കോടതിയിൽ വിചാരണ നേരിടുന്ന ഇന്ത്യൻ സ്ത്രീയായ നമ്രത അനന്തരാവകാശത്തിനായി തന്റെ ധനികയായ സുഹൃത്ത് എലിസയെ കൊലപ്പെടുത്തിയ കേസിൽ അവർ കുറ്റക്കാരിയാണെന്ന് ആരോപിക്കപ്പെടുന്നു. കേസ് പുരോഗമിക്കുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകയായ മായ മറഞ്ഞിരിക്കുന്ന വഞ്ചനകളും ദുരന്തരഹസ്യങ്ങളും തുറന്നുകാട്ടുന്നു. നവാഗതനായ കൃഷ്ണശങ്കർ സംവിധാനം ചെയ്ത ഒരു ആവേശകരമായ തമിഴ് ഭാഷാ കോടതിമുറി ത്രില്ലറാണ് ഇപ്പോൾ 2025 ജൂൺ 26 മുതൽ സൺ NXTയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്നു. ഇനി നമുക്ക് OTTയിൽ ഇറങ്ങുന്ന കന്നഡ സിനിമകൾ നോക്കാം. നമ്പർ 1, നിമ്മ വാസ്തുಗಳಿಗೆ നീവേ ജവാബ്ദാരാറോ. ദിലീപ് രാജ്, ശില്പ മഞ്ജുനാഥ്, അപൂർവ ഭരദ്വാജ് എന്നിവർ അഭിനയിച്ച കന്നഡ ക്രൈം ഡ്രാമ ത്രില്ലർ ചിത്രം നിമ്മ വാസ്തുಗಳಿಗೆ നീവേ ജവാബ്ദാരാറോ 2025 ജനുവരി 10-ന് തിയേറ്ററുകളിലെത്തി. ആകർഷകമായ ആഖ്യാനത്തിനും ശക്തമായ പ്രകടനത്തിനും ചിത്രം നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണം നേടി. ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ സൺ NXT സ്വന്തമാക്കി. 2025 ജൂൺ 27 മുതൽ ചിത്രം പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗിനായി ലഭ്യമാകും. നമ്പർ 2, പപ്പി. 2 ചെറുപ്പക്കാരും പപ്പി എന്ന നായയും തമ്മിലുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള ഹൃദയസ്പർശിയായ വികാരങ്ങൾ നിറഞ്ഞ ഒരു കന്നഡ കോമഡി ഡ്രാമ ചിത്രമാണ് പപ്പി. 2025 മെയ് 1-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രം ഹൃദയസ്പർശിയായ ആഖ്യാനത്തിനും ലഘുവായ നിമിഷങ്ങൾക്കും പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണം നേടി. ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കി. 2025 ജൂൺ 27 മുതൽ ചിത്രം പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗിനായി ലഭ്യമാണ്. ഇനി നമുക്ക് ബോളിവുഡ് ചിത്രങ്ങൾ നോക്കാം. നമ്പർ 1, മിസ്റ്ററി.
2025 ജൂൺ 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ഇന്ത്യൻ കോമഡി ത്രില്ലറാണ് മിസ്റ്ററി. രാം കപൂർ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. ഈ ചിത്രത്തിൽ മോണ സിംഗ്, ശിഖ തൽസാനിയ, ക്ഷിതിജ് ഡേറ്റ് തുടങ്ങി നിരവധി പേർ അഭിനയിക്കുന്നു. ദീപക് ധർ ആണ് മിസ്റ്ററി നിർമ്മിക്കുന്നത്. 1990കളിലെ മുംബൈയിൽ നടക്കുന്ന ഈ കഥ OCD ബാധിച്ച ഒരു വിചിത്ര ഡിറ്റക്റ്റീവായ അർമാൻ മിസ്ട്രി തന്റെ മൂർച്ചയുള്ള നിരീക്ഷണ കഴിവുകൾ ഉപയോഗിച്ച് സങ്കീർണമായ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നയാളാണ് അദ്ദേഹം. അമേരിക്കൻ പരമ്പരയായ മോങ്കിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഈ പരമ്പര നിഗൂഢത, ബുദ്ധി, വികാരം എന്നിവ സമന്വയിപ്പിക്കുന്നു. 2025 ജൂൺ 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു. ഏറ്റവും അവസാനമായി ഹോളിവുഡ് ചിത്രങ്ങൾ കൂടി നോക്കാം. നമ്പർ 1, ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. ഇല്യാൻ ഐഷുള്ളർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു അമേരിക്കൻ ആക്ഷൻ കോമഡി ചിത്രമാണ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. ജോൺ സീന, ഇഡ്രിസ് എൽബ, പ്രിയങ്ക ചോപ്ര, ജാക്ക് വേഡ്, പാഡി കോൺസിഡൈൻ, സ്റ്റീഫൻ റൂട്ട്, കാർല ഗുഗിനോ എന്നിവർ ഇതിൽ അഭിനയിക്കുന്നു. ക്രൂരനായ ഒരു വിദേശി എതിരാളിയുടെ ലക്ഷ്യമായി മാറിയതിനു ശേഷം ഒരു ആഗോള ഗൂഢാലോചനയെ പരാജയപ്പെടുത്താൻ തങ്ങളുടെ ശത്രുത മാറ്റിവെക്കേണ്ടി വരുന്ന 2 ലോക നേതാക്കളെയാണ് കഥ പിന്തുടരുന്നത്. ചിത്രം ജൂലൈ 2 റിലീസ് ചെയ്യും. നമ്പർ 2, ദി ഓൾഡ് ഗാർഡ് 2. ഗ്രെഗ് റുക്കയുടെ കോമിക് പുസ്തകമായ ദി ഓൾഡ് ഗാർഡിനെ അടിസ്ഥാനമാക്കി തിരക്കഥ എഴുതി വിക്ടോറിയ മഹോണി സംവിധാനം ചെയ്യുന്ന ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോ ചിത്രമാണ് ദി ഓൾഡ് ഗാർഡ് 2. ആദ്യ ചിത്രത്തിന്റെ തുടർച്ചയായി വരുന്ന ഈ ചിത്രത്തിൽ ചാർലീസ് തെറോൺ, കിക്കി ലെയ്ൻ, മർവാൻ കെൻസാരി, ലൂക്ക മരിനെല്ലി, മറ്റിയാസ് ചോനറ്റ്സ്, വാൻ വെറോണിക്ക എൻഗോ, ചിവറ്റൽ എജിയോ എന്നിവർ ആദ്യ ചിത്രത്തിലെ വേഷങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നു. ഉമാ ധുർമാനും ഹെൻറി ഗോൾഡിംഗും ചേരുന്നു. ഈ ചിത്രവും ജൂലൈ 2 നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യും. ഇനിയും കാണുന്നതുവരെ ഗുഡ് ബൈ. സിനിമകൾ ഫ്രീ ആയി ലഭിക്കാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ചാനൽ സന്ദർശിക്കൂ.